തനിക്ക് മുമ്പേ കളി തുടങ്ങിയവരും ഒപ്പം കളിച്ചവരും ശേഷം കളിച്ച പ്ലെയേഴ്സൊക്കെ ടെസ്റ്റ് ടീമിൽ നിന്ന് ഓൾറെഡി പുറത്തായി കഴിഞ്ഞു. എന്നിട്ടും ഈ 36ാമത്തെ വയസ്സിലും ടെസ്റ്റ് ടീമിൻ്റെ അവിഭാജ്യ ഘടകം തന്നെയാണ് രവീന്ദ്ര ജഡേജ. കഴിഞ്ഞൊരു 6 വർഷത്തെ സെനയിലെ സ്റ്റാറ്റ്സ് നോക്കി കഴിഞ്ഞാൽ ഏതൊരു ടോപ്പ് ഓർഡർ ബാറ്ററിയും അതിശയിപ്പിക്കുന്ന രീതിയിലാണ് രവീന്ദ്ര ജഡേജയുടെ ബാറ്റിംഗ് കൺസിസ്റ്റൻസി. എടുത്ത് തന്നെ പറയണം, കഴിഞ്ഞ മത്സരത്തിൽ തന്നെ നോക്കുക, 181 പന്തുകൾ ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ നേരിടുക, അവിടെ നിന്ന് തന്നെ 61 റൺ സ്കോർ ചെയ്യുക, ടീമിനെ ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ ഒരു 22 റൺസ് അകലെ മാത്രമാണ് ടീം വീണു വന്നത്. ഒരുപക്ഷെ ഇന്ത്യൻ ടീം വിജയത്തിലേക്ക് എത്തിയിരുന്നെങ്കിൽ ഇന്ത്യൻ ടെസ്റ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ചൊരു ഇന്നിങ്സുകളിലൊന്നായിട്ട് രേഖപ്പെടുത്തായിരുന്നു. നിർഭാഗ്യവശാൽ അതുണ്ടായില്ല. സിറാജിൻ്റെ ആ ഒരു വിക്കറ്റൊക്കെ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല അങ്ങനത്തെ രീതിയിൽ അദ്ദേഹം പുറത്താവും എന്നുള്ളതൊക്കെ. കപിൽ ദേവിന് ശേഷം 7000 റൺസും 600 വിക്കറ്റുകളും നേടുന്ന ഇന്ത്യൻ താരമായിട്ട് രവീന്ദ്ര ജഡേജ മാറിയിരിക്കുകയാണ്. കപിൽ ദേവിന് ശേഷം ഇന്ത്യക്ക് കിട്ടിയ ഏറ്റവും മികച്ച ഓൾറൗണ്ടർ, നിലവിലെ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഓൾറൗണ്ടർ താനാണെന്ന് അടിയേറെ വിട്ടുറപ്പിക്കുന്ന മറ്റൊരു മികച്ച പ്രകടനം കൂടി. മത്സരത്തിൻ്റെ ഇടയിൽ ഹാരി ബ്രൂക്ക് പറയുണ്ടായി താൻ ഇന്ത്യൻ ടീമിലെത്താൻ യോഗ്യതയില്ല എന്നുള്ള കാര്യം. കാരണം അത്തരത്തിലുള്ള ഒരുപാട് സ്ലഡ്ജിങ്ങുകളും കാര്യങ്ങളും ബൗൺസേഴ്സും വാക്കുകൾ കൊണ്ടും രവീന്ദ്ര ജഡേജ ഓടുമ്പോഴൊക്കെ കാർസ് പിടിച്ച് വലിക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ത്രില്ലിംഗ് ആയ ടെസ്റ്റ് മാച്ച് തന്നെയായിരുന്നു. അവിടെ എല്ലാം ഒട്ടും പതറാതെ കൂടി ഭയങ്കര ആ ടെമ്പർമെൻറ്റും ആ കാര്യങ്ങളൊക്കെ എടുത്ത് തന്നെ പറയണം അദ്ദേഹത്തിന്.